എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നും ഒരു പാചക വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് എനിക്ക് കുറച്ച് ഇന്നലെ ഞാൻ മാജിഫൈ പോയപ്പോൾ എനിക്ക് കുറച്ച് പാലക്ക് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ സാധാരണ ചിലപ്പോഴൊക്കെ ഉണ്ടാവും, ചിലപ്പോഴൊക്കെ പാലക്ക് ഉണ്ടാവാറില്ല. അപ്പൊ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ പാലക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് മനസ്സിൽ ഓർത്തു ഇത് ഞാൻ വാങ്ങിച്ചിട്ട് പോയാൽ ഒരു പാലക് പനീർ ഉണ്ടാക്കിയാലോ എന്ന് കരുതി. അപ്പൊ ഇന്ന് ഞാൻ പാലക് പനീർ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മളിപ്പം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ പാലക് പനീർ ഓരോരുത്തരും ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഈ രീതിയിലാണ് പാലക് പനീർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഇതിന്റെ വീഡിയോയിലേക്ക് കിടക്കാം, നമുക്ക് നോക്കാം. പാലക് ചീരയാണേ, അത് ഞാൻ പാലക്ക് ഞാനെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ 2 സവാള എടുത്ത് ഈ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പനീർ എനിക്ക് ഞാൻ വാങ്ങിച്ചത് തന്നെ ഈ ക്യൂബായിട്ട് പാക്കറ്റ് ഇങ്ങനെ തന്നെ വാങ്ങിച്ചതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പീസ് ആക്കേണ്ടി വന്നില്ല. പിന്നെ 2 ചെറിയ തക്കാളി, ഒരു 3 പച്ചമുളക് ഈ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേണ്ട കണ്ടാലറിയാം, ഈ ഒരു ഇതിനകത്ത് മൊത്തം വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്, ചെറുതായി അരിഞ്ഞതാണേ, ഇഞ്ചി അരിഞ്ഞതുണ്ട്. പിന്നെ കസൂരി മേത്തി എണ്ണ 2 സ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, 1 സ്പൂൺ ജീരകം. പിന്നെ മല്ലിയില ഞാനൊന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായി അരിഞ്ഞിട്ടില്ല, ഇത് ചതഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ചീസാണ്. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഈ ചീസ് മാത്രമേ ഉള്ളൂ. ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീത്തയായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തപ്പോൾ അത് ചീത്തയായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകരം ഞാൻ ചീസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഞാനിപ്പോൾ പാലക് പനീർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചു. അപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടായുമ്പോൾ ഒത്തിരി വെട്ടി തിളക്കേണ്ട, നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടായതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇലയെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൽ കിടന്ന് വെള്ളം നല്ല ചൂടായിട്ടുണ്ട്, എന്നാലും ഞാൻ കൈയിട്ടു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ആരും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ സൈഡിൽ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഈ ഇല ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. കൈ ഇടില്ല, ഞാൻ ആദ്യം കൈ ഇടരുത്, കൈ വെള്ളും. അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലൊരു സാധനം എടുത്ത് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് നല്ലത്. ഒരു വാടിയ ഇലയുണ്ട് കേട്ടോ, അതൊന്നും സാരമില്ല, എന്നാലും പനീർ വാടിയത് തന്നെയല്ല, കുഴപ്പമില്ല. അപ്പോൾ തീ ഓഫ് ചെയ്തു. ഞാൻ ഇതിനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ തണുത്ത പച്ചവെള്ളത്തിലേക്ക് ഇടുകയാണേ. എന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ നിറമൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, തിരിച്ച് വേഗം പച്ചവെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ ആ നിറം അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പച്ചവെള്ളത്തിലേക്ക് ഇട്ടുമല്ലോ. എന്നിട്ട് നമുക്കിതിനെ തോത്തിയെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ജീരകം പൊട്ടിക്കാം. ചൂടായിട്ടുണ്ട്, ഞാനതിലേക്ക് ജീരകം ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിരിക്കുകയാണേ. തീ കുറച്ചിട്ട് ഞാനിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് എടുത്തിട്ടു. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സവാളയും കൂടി എടുത്തിട്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെച്ചാൽ മാത്രമേ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം തീ ഒന്ന് കൂട്ടി വെച്ചു. എന്നിട്ട് ഇത് നമുക്കറിയാമല്ലോ, വഴറ്റാൻ വേണ്ടി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഞാനൊരു കുറച്ച് ഉപ്പും കൂടി കൊടുക്കുവാണേ. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന കൂട്ടത്തിലേ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പല്ലാതെ തന്നെയാണല്ലോ, നമ്മൾ എടുത്തു വെക്കുന്ന ക്വാണ്ടിറ്റിയിലല്ലല്ലോ ഉപ്പിടുക. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയാത്ത. ഉപ്പും വെളിച്ചെണ്ണയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനാവശ്യമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്യാസിൻ്റെ സൈഡിൽ ഈ 2 കൂട്ടം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഉപ്പും വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കണം, തക്കാളി അരിഞ്ഞു വെക്കണം, അങ്ങനെ കുറേ ഇതുണ്ടല്ലോ. പിന്നെ പൊടിവകകളിലൊക്കെ നമ്മൾ എവിടെ ഷെൽഫിലൊക്കെ വെച്ചേക്കുന്നെങ്കിൽ നമുക്കതൊക്കെ അടുത്ത് കൊണ്ടുവന്ന് ആ അളവ് കറക്റ്റായിട്ട് വെച്ചെങ്കിൽ മാത്രമല്ലേ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ആ സ്ഥാനത്ത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഗ്യാസിൻ്റെ അടുക്ക തന്നെ എപ്പോഴും അത് നമ്മൾ സൂക്ഷിച്ച് വെക്കും. കാരണം എന്ത് സാധനം ഉണ്ടാക്കിയാലും
നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 2 സാധനങ്ങളാണ് ഈ ഉപ്പും വെളിച്ചെണ്ണയും എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റുന്ന സമയം കൊണ്ട് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പാലക്കുണ്ടല്ലോ, പനീറല്ല പാലക്ക് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ടും കൂടി വരാമേ. അത് മിക്സിയിലെടുത്ത് വെച്ചു. അപ്പം ഞാനിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് എപ്പോഴും പനീർ എന്നാണ് വായി വരുന്നത്. പാലക്ക് ഇതേണ്ട നന്നായിട്ട് അത് അരച്ചുകൊണ്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതേ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കുകയാണ്. തക്കാളി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തക്കാളി ഇതിനകത്തേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേരട്ടെ. അപ്പോൾ വേണ്ടേ ഇതിലേക്ക് ഞാനിനി പൊടിവകകൾ ഇടുകയാണ്. അതായത് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി 1 സ്പൂണാണേ കണക്ക്. പിന്നെ ഇതേ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം പൊടിവകളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പോൾ അതേണ്ടേ നന്നായിട്ട് പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതേണ്ടേ ഞാൻ ഈ പനീർ എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ലേശം ഇത്തിരി വെള്ളം കൂടി നമുക്ക് ഇതിനകത്ത് കൊടുക്കാം, യോജിപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തു കേട്ടോ. ആയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ തന്നെ ഞാനിനി ഇതിനകത്തേക്ക് പനീറിനെ എടുത്തിടുക കേട്ടോ. അപ്പോൾ തന്നെ പനീർ എടുത്തിട്ടു. നന്നായിട്ട് തിളച്ചിക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ പനീർ ഇതിനകത്തേക്ക് ഇടുന്നത്. പനീറിനെ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീരും കസൂരി മേത്തിയും കൂടെ ഞാൻ ഇതിനകത്തിട്ട്, ഞാൻ ചിലപ്പോൾ അങ്ങ് പറയുമ്പോൾ തെറ്റിപ്പോകും കേട്ടോ. കസ്തൂരി മേത്തി എന്നായിപ്പോൾ അല്ല, കസൂരി മേത്തിയാണ് കറക്റ്റ്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമുക്കിനി ഇതിനകത്ത് ഉപ്പ് കൊടുക്കണ്ടേ എല്ലാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണേ. എല്ലാത്തിനും ഉപ്പ് മസ്റ്റാണേ. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഉപ്പൊക്കെ ചേർത്തു. ഉപ്പൊക്കെ ഇത് പരുവായിരിക്കും, കൈയളവല്ലേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിന് നമുക്കിന്ന് പനീർ ഇട്ട് കൊടുത്തതല്ലേ ഉള്ളൂ. നമുക്കിതൊന്ന് വേവാൻ വെക്കാം. ഇതൊന്ന് റെഡി ആയിക്കോട്ടെ. കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. തീ കുറച്ചിടുക കേട്ടോ. അപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കണം കേട്ടോ, അത് ചേർക്കണേ. അപ്പോൾ ഇതും കൂടി ആയിക്കോട്ടെ. ഞാൻ ലേശം ചീസും കൂടി ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേണ്ടേ എൻ്റെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വേണ്ടേ എൻ്റെ പാലക് പനീർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റ.